ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം മങ്കിത്തും അബിയൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നതും പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം, എന്തൊക്കെ ചെയ്യുന്നതെന്ന് കാണാം. അപ്പം കാണുക. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട്? നമുക്ക് സൈക്കിളും കൊണ്ടിങ്ങി അകത്തോട്ടിങ്ങ് പോരുക. അങ്ങനെ ഉച്ചയ്ക്ക് അങ്കിത്ത് സ്കൂളിൽ നിന്ന് വന്ന് 2:15 ആയി. അപ്പോൾ ഇനി അബി വരാൻ 2:30 കഴിയും, അബിയുടെ ബസ് വരാൻ. അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് കഴിക്കാൻ ചോറൊക്കെ വിളമ്പി ആണ്ട് അബി വന്നിട്ടുണ്ട്. അബിയും വന്ന് ഇനി ഫ്രഷായിട്ട് വന്നിരുന്ന് ചോറ് കഴിച്ചോളും. അബിയുടെ വണ്ടി ആയതുകൊണ്ട് താമസിക്കും കുറച്ച് വരാൻ. പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ച് എഴുന്നേറ്റിട്ട് പാത്രമെല്ലാം കഴുകി വെച്ച് ടിഫിൻ ബോക്സും എല്ലാം കഴുകി വെച്ചു. അപ്പം ഇപ്പം കഴുകി വെച്ച് നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് അത് അടച്ചു വെക്കാം. പിന്നെ രാവിലെ അതിനകത്ത് ടിഫിൻ ഇട്ടാൽ മതിയല്ലോ. അപ്പം അങ്ങനെ കഴുകിയൊക്കെ വെച്ചിട്ട് പിന്നെ അങ്കിത്തോബിയും കുറച്ച് നേരം ഇന്ന് TV കാണുകയൊക്കെ ചെയ്യും. അപ്പം ഒരു 3 തൊട്ട് 4 മണി വരെയൊക്കെ ചിലപ്പം TV കാണുമായിരുന്നു. പിന്നെ ആണെങ്കിൽ എഴുതാനുള്ളതും പഠിക്കാനുള്ളതും ഒക്കെ ചെയ്യും. ഞാനും വിചാരിക്കും കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പം ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അണ്ണാൻ്റെ ചിൽ സൗണ്ടൊക്കെ നല്ലോണം കേൾക്കാൻ പറ്റും. അപ്പം നമുക്കിനി വൈകിട്ടത്തെ ചായ ഇടാൻ പാൽ വെച്ചിട്ടുണ്ട്. അങ്കിത്തും അബിയോടെ TV കണ്ടുകൊണ്ടിരിക്കുന്ന ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ട്യൂഷന് 2 പിള്ളേരുണ്ട്, അവർ വരും. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 4:30 അകത്ത് വെച്ച് നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിക്കും. അങ്ങനെ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ 3 ഇപ്പോൾ ഉള്ളു ഇവിടെ ചായ കുടിക്കാൻ. അങ്ങനെ ചായക്ക് സൈഡായിട്ട് ഇതുണ്ടായിരുന്നു, മിച്ചറുണ്ടായിരുന്നു, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. ഇതുവരെ തീർന്നില്ല, ഇനി ഇത്രയും കൂടി ഉള്ളൂ ബാക്കി തീരാൻ. ശങ്കത്തിന് അബിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മിച്ചർ. അതുകൊണ്ട് പിന്നെ അവർക്ക് കുറച്ച് മൂങ്കുദാലുണ്ടായിരുന്നു, നമ്മുടെ ഉഴുന്ന് വറുത്തത്, അത് കിട്ടും. അതാണ് അവർക്ക് ചായക്ക് കൊടുത്തത്. എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. ചോറ് കഴിച്ചിട്ട് സമയം ഒത്തിരി ആയൊന്നും ആയില്ലല്ലോ. പിന്നെ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്. മഴയും ചായയും നല്ല കോമ്പിനേഷൻ. പക്ഷേ ചായക്ക് നല്ല വടയോ എന്തെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പക്ഷേ വലിയ വിശപ്പൊന്നുമില്ല. നമ്മളൊരു 4 മണിക്ക് ചായയൊക്കെ കുടിച്ച് ഒരു ശീലം എന്നുള്ള രീതിയിലൊരു ചായയും. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് കുളിച്ച് റെഡിയായിട്ടൊക്കെ ഇരിക്കണം. പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് വിളക്ക് കത്തിക്കാൻ സമയമാവും. അപ്പം പിന്നെ നമുക്ക് ഇടയ്ക്ക് പോകാനൊന്നും നേരമില്ല. അപ്പം അങ്കിത്തും അബിയൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്ന. പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്. ഇന്നിനിയിപ്പം വരുന്നോന്നും അറിയത്തില്ല ട്യൂഷന്. 5 മണി കഴിഞ്ഞ്. അപ്പം മഴ ആയതുകൊണ്ട് ഇനി വരുന്നോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഞാൻ. പക്ഷേ മഴ കുറച്ച് തോന്നപ്പോഴത്തേക്ക് 2 പേരും വന്ന്. ഒരാൾ LKGയിലും ഒരാൾ 3ലും. അപ്പോൾ LKG പഠിക്കുന്ന ആളെ ഇപ്പം അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞ് വാക്കിലോട്ട് കയറിയിട്ടുണ്ട്. 2-3 അക്ഷരമുള്ള വാക്കുകൾ ഹിന്ദിക്കകത്ത് മാത്രയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മാത്ര പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അബിക്ക് ഉണ്ടാക്കി കൊടുത്തതായിരുന്നു ഇത്, നമ്മുടെ വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ മാത്ര ഇട്ട് പഠിക്കാൻ. അങ്ങനെ ഇത് കറക്കി ഓരോ അക്ഷരത്തിൻ്റെയും കൂടെ മാത്ര ചേർത്ത് പറയാൻ. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു കൊടുത്തതേ ഉള്ളൂ, അധികമൊന്നും അറിയാറായിട്ടില്ല. എന്നാലും പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇത് കൊടുത്തപ്പോൾ കാണിച്ചപ്പോൾ ഇതെന്തോ ഫാനാണെന്നാണ് ചോദിച്ചത്, മാത്ര പഠിക്കാനുള്ളത്. അപ്പം ഇതാണെങ്കിൽ അബിക്ക് വായിക്കാൻ തുടങ്ങിയപ്പം അവർക്ക് സ്കൂളിൽ നിന്നൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അക്ഷരത്തിൻ്റെ കൂടെ മാത്ര പഠിക്കാൻ പറ്റും. അപ്പം ഇനിയിപ്പോൾ അബിക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ശ്രീകുട്ടിക്ക് പഠിക്കാൻ എടുക്കാമെന്ന് അങ്ങനെ എടുത്തതാണ്. നോക്കാം എങ്ങനെ പറയുന്നത്. ഇവിടെ 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 അയച്ചുതരാം. ആക്കി മാത്രം വേണ്ടേ. ടാ എടുക്ക്. ടാ കാണിക്ക്. ടാ ശ്രീകുട്ടി ടാ കാണിക്ക്. ടായ്ക്കകത്ത് ആക്കി മാത്രം വെച്ച് കാണിക്ക്. ये कोई और है, ये कोई और बस वो नहीं लग रहा है पूरा आधा यहाँ से लग गई। मैंने तो पूरा निकाला था। टा
ആക്കി മാത്രം എന്തിയേ उसमें लगाने के लिए होता है। അത് വെക്കണ്ടേ बहुत लोगों का ടാ निकलता है ആ അപ്പൊ എന്തുവാ और बहुत लोगों का ടാ निकलता है। താ കാണിച്ചു ഇനി താ 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 किसकी? तेरी? नहीं, अपने बस के बच्चे की। हर कौन का सच में निकले? താഴെ താക്കി മാത്രം വെക്ക് മാത്രം വെക്ക് മാത്രം മാത്രം उसमें पानी गिर गया नहीं ഇവിടെ 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 പിടിച്ചു തിരിക്ക് बना देती तो फिर उसके ऊपर वो लग जाता है साइबर। എത്തിയാ साइबर क्या होता है? താഴെ साइबर എടുത്ത് होता क्या है? താ ആ എന്തിയേ താഴെ എടുത്തുകൊണ്ട് വെക്ക് ഇവിടെ ആ അപ്പൊ എന്തുവായി ത ആ താ करो। नहीं ये तेका है। തെറ്റാണോ यस लेनस सही है ना स्पेलिंग SES। അപ്പം അവർ വരുന്ന സമയത്ത് തന്നെ അങ്കിത്തും അബിയും കൂടെ ഹോംവർക്ക് ചെയ്യാനുള്ളതും പഠിക്കാനുള്ളതൊക്കെ ഇരിക്കും പിന്നെ അവർ പോകുമ്പോഴത്തേക്ക് അവരുടെ പഠിത്തവും കഴിയും പിന്നെ കുറച്ച് നേരം കളിക്കാനൊക്കെ പോവും പിന്നെ നമുക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കണം അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ ഓരോ പണികളും അങ്ങനെ തീർന്നതായിരിക്കും അപ്പം അവർക്കാണെങ്കിൽ മാത്രം ഇ മാത്രമൊക്കെ ആയിട്ടുണ്ട് ഹിന്ദി അക്ഷരം പഠിക്കാൻ അപ്പം അവർ പോയപ്പോഴത്തേക്ക് അങ്കിത്തും അബിയും കൂടെ പുറത്ത് പോയിട്ട് വന്നതാണ് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടൊന്നും കളിക്കാനൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല പോയിട്ട് വന്നതാ മഴയാണെന്ന് പറയുക हाय गाइस മഴ വീണിട്ടൊന്ന് മഴയെന്ന് പറ ഒത്തിരി മഴയാ ഗൈസ് ഇനി നമുക്ക് രാത്രിയിലത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം രാത്രിയിൽ ഇന്നിനി ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ചപ്പാത്തിക്കൊക്കെ മാവ് കഴിച്ചു പിന്നെ അതിന് കറിയായിട്ട് ഉണ്ടാക്കാൻ പിന്നെ മുതുമുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു മുട്ടക്കറി പിള്ളേർക്ക് മതി നമുക്ക് ഉച്ചക്കലത്തെ കറി കുറച്ച് ഇരിപ്പുണ്ട് മീൻ്റെ കറി ഇരിപ്പുണ്ട് അപ്പം അവർക്കത് വേണ്ട അതുകൊണ്ട് പിന്നെ കുറച്ച് ഉള്ളിക്കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വെക്കും രാത്രി ആകുമ്പോഴത്തേക്ക് അങ്ങ് മടിയാവും പിന്നെ കറിയും കൂട്ടാനൊക്കെ വെക്കാൻ 3 നേരം ഉണ്ടാക്കണം 3 നേരം ഫുഡ് എന്തുവാന്ന് വെച്ച് ഇങ്ങനെ ആലോചിച്ച് ഓരോ സമയം ഇങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ അത് തന്നെ വലിയ മെനക്കെട്ട പണിയാണ് ഇവരാണെങ്കിൽ രാത്രിയിലൊന്നും അധികം ചോറും കഴിക്കത്തില്ല ഉച്ചക്കലത്തേക്ക് ഒരു നേരത്തേക്ക് മാത്രമേ ചോറും വെക്കത്തുള്ളൂ അപ്പം അതിൻ്റെ ചോറും കൂട്ടാനും കറിയെല്ലാം അന്നേരം തന്നെ തീരും പിന്നെ ഉച്ചക്കലത്തേക്ക് നമ്മൾ വല്ല കോഴിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ രാത്രിയിലത്തേക്ക് എടുക്കാനും പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ അങ്ങ് തീരും അങ്ങനെ പിന്നെ ഉള്ളിക്കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ രാത്രിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാവിലത്തേക്ക് പിന്നെ രാവിലെയും പിന്നെ റൊട്ടി കൊണ്ടുപോകണം ചപ്പാത്തി കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടും രാത്രി തന്നെ കുഴച്ച് വെച്ചേക്കും ഞാൻ രാത്രിയിൽ കുഴച്ച് ബോൾസാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പോൾ രാവിലെ പെട്ടെന്ന് സബ്ജി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ പെട്ടെന്ന് അപ്പം 6:15 ആകുമ്പോഴത്തേക്ക് വണ്ടി വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നേരം വെളുത്ത് എണീക്കുമ്പോൾ താമസിച്ചു ചിലപ്പം ഒരു ദിവസം താമസിച്ച് പോയാൽ എണീക്കാൻ അതിലും പാടാവും അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കത്തില്ല രാത്രിയിലെ ചപ്പാത്തിക്കുള്ളത് കുഴച്ച് വെക്കും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മാവിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല നല്ലതായിട്ടിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും റൊട്ടി ഉണ്ടാക്കുന്നതൊക്കെ അപ്പം അങ്ങനെ നമ്മൾ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചു ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ പിന്നെ ഇച്ചിരി കട്ടനും കൂടി ഇട്ട് തേയിലവെള്ളവും ചൂടുമായിട്ട് കുടിച്ച് ഒക്കെ സെറ്റായിട്ട് കഴിഞ്ഞ് രാത്രിയിൽ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഇനി രാവിലത്തേക്ക് കുടിക്കാനും കൂടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ ഉച്ച മുതൽ ഉച്ചയ്ക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് രാത്രി വരെയുള്ള വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഇനി രാവിലെ വെളുപ്പിനെ എണീക്കണം 5 മണിയാകുമ്പം നാളെ അവർക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പം ഉറക്കമൊക്കെ വരുന്നത് ഇപ്പം മണി 10:30 കഴിഞ്ഞു 11 മണി ആവാറായിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്